മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ബിജെപി ശിവസേന തർക്കം രൂക്ഷമാവുകയാണ്. ഇതിനിടെ ബിജെപിക്ക് കടുത്ത ഭാഷയിൽ പ്രതികരണം നൽകിയിരിക്കുകയാണ് ശിവസേന. ഹരിയാന ആവർത്തിക്കാൻ ഇവിടെ അച്ഛൻ ജയിലിലായ ഒരു ദുഷ്യന്ത് ചൗതാല ഇല്ല എന്ന് ബിജെപി ഓർക്കണമെന്നാണ് ശിവസേന MP സഞ്ജയ് റാവത്ത് പറഞ്ഞത്. 50-50 ഫോർമുലയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നും അമിത്ഷായും ഉദ്ധവ് താക്കറെയും തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ ചർച്ചയിൽ തന്നെ ഇത് തീരുമാനിച്ചതാണ് എന്നും ശിവസേന ആവർത്തിച്ചു. ഹരിയാനയിൽ BJP-JJP സഖ്യം പ്രഖ്യാപിച്ചതിനു പിന്നാലെ ദുഷ്യന്ത് ചൗതാലയുടെ പിതാവ് ജയിലിൽ നിന്നും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. ഇതിനെ മുൻനിർത്തിയാണ് റാവത്ത് ഇങ്ങനെയൊരു പ്രയോഗം നടത്തിയത്. അച്ഛൻ ജയിലിലായ ഒരു ദുഷ്യന്ത് ചൗതാലയും ഇവിടെയില്ല. സത്യമായ രാഷ്ട്രീയം മാത്രമാണ് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ചെയ്യുന്നത്. ഞങ്ങളെ അധികാരത്തിൽ നിന്നും അകറ്റാനുള്ള ശ്രമം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായ രാഷ്ട്രീയത്തിന് നിരക്കുന്നതല്ല. എന്താണ് സംഭവിക്കുന്നതെന്നും ഏത് പരിധിവരെ ആളുകൾക്ക് താഴാൻ കഴിയുമെന്നുമാണ് ഞങ്ങൾ നിരീക്ഷിക്കുന്നത് എന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത്. ഹരിയാനയിൽ BJPക്ക് JJP പിന്തുണ നൽകിയതും സർക്കാർ ഉണ്ടാക്കിയതും ഉന്നം വെച്ചാണ് സഞ്ജയുടെ പരാമർശം. തർക്കം രൂക്ഷമാകവേ ശിവസേന നേതാവ് ദിവാകർ റാവത്ത് ഇന്നലെ ഗവർണറെ കണ്ടിരുന്നു. സഖ്യത്തിൽ നിന്നും പിന്മാറുമെന്ന ഭീഷണി ഉയർത്തിയാണ് സഞ്ജയുടെ പരാമർശം. തങ്ങൾക്ക് മറ്റ് സാധ്യതകളുണ്ട് എന്നും അവക്കൊപ്പം നീങ്ങാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. ശിവസേനയ്ക്ക് അധികാരത്തിനായുള്ള ആർത്തിയില്ല. ഞങ്ങൾക്ക് ജനാധിപത്യത്തെ കൊലയ്ക്ക് കൊടുക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞു വച്ചിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങളുടെ വാദം അംഗീകരിക്കാൻ BJP നേതൃത്വം തയ്യാറായില്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും ശിവസേന വിട്ടുനിന്നേക്കുമെന്നുമുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ മുഖ്യമന്ത്രി പദത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ സർക്കാർ രൂപീകരണം വൈകുമെന്ന് ശിവസേന വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി പദം 2.5 വർഷം വീതം പങ്കുവയ്ക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യം. എഴുതി നൽകണമെന്നാണ് പാർട്ടി നേതാവ് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ശിവസേന നേതാവ് പ്രതാപ് സർനായിക് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.